ഹായ്, ഞാനൊരു വെബ് സീരീസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഹോമീസ് എന്ന് പറയുന്ന ചാനലിന് വേണ്ടിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യൂഷ്വലി ഞാൻ അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസും ഒക്കെ ആയിട്ട് ഞാൻ ഷോർട്സ് ആയിട്ടോ അല്ലെങ്കിൽ വ്ളോഗായിട്ടോ ഒക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എനിക്കിപ്പോൾ നാളെ ഷൂട്ടുണ്ട്. അപ്പോൾ ഒരു വെബ് സീരീസ് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെപ്പറ്റി പൊതുവെ ആൾക്കാർക്ക് ഒരുപക്ഷെ ഒരു ധാരണ ഉണ്ടാവില്ല. വെബ് സീരീസ് എന്ന് പറയുന്നത് സിങ് സൗണ്ടിലാണ് നമ്മളത് ഷൂട്ട് ചെയ്യുന്നത്. അതായത് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഹോമീസ് തൊട്ട് മിക്ക സ്ഥലത്തും സിങ് സൗണ്ടിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ബഡ്ജറ്റോ കാര്യങ്ങളോ എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു ട്രാക്ക് പിടിക്കുന്നത്. ഇനി സിങ് സൗണ്ട് എന്താണെന്ന് വെച്ചാൽ സ്പോട്ട് ഡബിങ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ സീരിയലോ ഫിലിമൊക്കെ ആണെങ്കിൽ അപ്പോൾ നമുക്ക് അവിടെ വെച്ച് പ്രോംപ്റ്റ് ചെയ്ത് തരും. നമുക്ക് ഡയലോഗ് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കൊരാൾ വായിച്ച് തരും, നമുക്കത് കേട്ട് പറഞ്ഞാൽ മതി. പക്ഷേ നമ്മൾ വെബ് സീരീസിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ഈ ബഡ്ജറ്റ് കാര്യങ്ങളെല്ലാം നോക്കിയിട്ടല്ലേ നമ്മൾ ഈ ഒരു ഇതിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ പ്രോംപ്റ്റ് ചെയ്ത് പിന്നീട് പോയി ഡബ് ചെയ്യുക, അപ്പോൾ അതിനൊരു സ്റ്റുഡിയോ എടുക്കണം. അപ്പോൾ അതെല്ലാം എക്സ്ട്രാ ചിലവുകളാണ്. അപ്പോൾ അത് നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിങ് സൗണ്ടിലേക്ക് വരുന്നത്. അപ്പോൾ സിങ് സൗണ്ട് എന്ന് പറഞ്ഞാൽ സ്പോട്ട് ഡബിങ് ആണ്. അവിടെ വെച്ച് ഈ അഭിനയിക്കുന്നവരുടെ തന്നെ വോയിസ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് അത് തന്നെയാണ് നമ്മൾ സ്റ്റോറിയിൽ നമ്മൾ കേൾക്കുക. സോ ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്. ഇപ്പം മിക്കവർക്കും അറിയാമായിരിക്കും, പക്ഷെ അറിയാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വെബ് സീരീസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആസ്പെക്റ്റ് നമ്മൾ നോക്കാനുണ്ട്. അതായത് നമുക്ക് സ്ക്രിപ്റ്റ് കിട്ടുന്നത് തൊട്ട്, അതായത് ഇപ്പോൾ എനിക്ക് സ്ക്രിപ്റ്റ് കിട്ടുന്നത് ഇന്നാണ്, നാളെയാണ് എനിക്ക് ഷൂട്ടുള്ളത്. അപ്പോൾ ഇന്ന് എനിക്ക് സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ എനിക്ക് എൻ്റെ ക്യാരക്ടർ പറഞ്ഞു തരും. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് ഞാനത് വായിച്ചു നോക്കും. കാരണം നമുക്ക് ഒരു ദിവസം 2 സ്റ്റോറീസ് ആയിരിക്കും നമുക്ക് ചെയ്യാനുണ്ടാവുന്നത്. മിക്കവാറും ദിവസങ്ങളിൽ അങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത്. ചില ദിവസങ്ങളിൽ മാത്രം ഒരു സ്റ്റോറി കാണുള്ളൂ, കാരണം മറ്റേ സ്റ്റോറിയിൽ ചിലപ്പോൾ നമുക്ക് ചെയ്യാനുള്ള ക്യാരക്ടർ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം ഞാനൊരു സ്റ്റോറി ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ചില ദിവസങ്ങളിൽ ഞാൻ 2 സ്റ്റോറിയിലും കാണും, 2 ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ആയിരിക്കും. ചില ദിവസങ്ങളിൽ ഒരേ കഥയായിരിക്കും 2 പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ത്രൂ ഔട്ട് ദ ഡേ നമ്മൾ സെയിം ക്യാരക്ടർ തന്നെയായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്ക്രിപ്റ്റ് കിട്ടുന്ന സമയത്ത് നമ്മളോട് ഇന്ന ക്യാരക്ടറാണെന്ന് പറയും, നമ്മളിത് ഫുള്ളാக വായിച്ച് നോക്കും. എനിക്ക് ഒരു സാധനം എനിക്കിങ്ങനെ ഫുള്ളായിട്ട്, ഇപ്പം എൻ്റെ ഡയലോഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കത് ഫുള്ളായിട്ട് ഇങ്ങനെ കാണാതെ പഠിച്ച് പറയുന്നത് എനിക്കത് പറ്റത്തില്ല. അത് ഞാനിങ്ങനെ എനിക്കത് മകപ്പ് ചെയ്താൽ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആവും. അപ്പോൾ എനിക്കിത് ഓപ്പൺ ആയിട്ട് എനിക്കിത് ഇങ്ങനെ പറയാൻ പറ്റില്ല, അതായത് എക്സ്പ്രസ് ചെയ്ത് പറയാൻ പറ്റില്ല. ഞാൻ അടുത്തത് വരുന്നല്ലോ, ഇത് കഴിഞ്ഞ് എന്തായിരിക്കും അടുത്തത്, അങ്ങനെ ഞാനിങ്ങനെ ആലോചിക്കും. അതെനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ഞാൻ ചെയ്യില്ല. ഞാനത് എന്താണെന്ന് നോക്കും. ഇപ്പോൾ ഒരു കോൺവെർസേഷനിൽ എൻ്റെ ഡയലോഗിൽ വരുന്ന കീ വേർഡ്സ് എന്താണെന്ന് ഞാൻ നോക്കി വയ്ക്കും. കണ്ടന്റ് എന്താണെന്ന് നോക്കും, കീ വേർഡ്സ് എന്താണെന്ന് നോക്കി വയ്ക്കും. എന്നിട്ട് ഞാനത് എൻ്റേതായിട്ടുള്ള രീതിക്ക് പറയും. അല്ലാണ്ട് അതിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ ഞാനത് പറയില്ല. ഇപ്പം കാണാതെ പഠിച്ച് പറയുന്നവരുണ്ട് കേട്ടോ, അവർക്കത് പറ്റും, എനിക്കത് പറ്റില്ല. അതാണ് ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ രാവിലെ ചെന്നോടനെ തന്നെ ബാക്കി കാര്യങ്ങൾ. അപ്പോൾ അതെന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മളൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ, ഇപ്പോൾ ഹോമീസിൽ എങ്ങനെയാണ് നമ്മുടെ ഒരു ലൊക്കേഷൻ പോകുന്നത്, അല്ല ഐ മീൻ നമ്മളെ ഒരു ഷൂട്ട് എങ്ങനെയാണ് പോകുന്നത്, ബിഹൈൻഡ് ദി ക്യാമറ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നൊക്കെയുള്ളൊരു ഫുൾ ഡേ ഒരു സാധനം ഞാൻ ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ഡോക്യുമെൻറ്റേഷനാണ് കേട്ടോ, നമ്മുടെ ഹോമീസ് ലൊക്കേഷനിലുള്ളത്. സോ വാച്ച് ഇറ്റ് ആൻഡ് എൻജോയ്. നമ്മൾ രാവിലെ വന്നിട്ട് സീനൊക്കെ ഒന്ന് നോക്കും. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടുന്ന് ഈ ഒരു ആംഗിൾ നിന്നിട്ട് തന്നെ അടിക്കണം, കത്തണൊക്കെ പഠിക്കണം, ഇങ്ങനെ അടങ്ങണം. എന്നിട്ട് ഇവിടുന്ന് ചേച്ചി വന്നിട്ട് ചെയ്യാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് വേണ്ട, സൗണ്ട് എൻ്റെ തലയുടെ ബാക്കിലൊരു ഓറല്ലേ. ഓക്കെ, ഇന്നിപ്പോൾ ആക്ച്വലി നമുക്ക് 2 സ്റ്റോറീസ് ഉണ്ട്. പക്ഷേ എനിക്കൊരു സ്റ്റോറി മാത്രമേ ഉള്ളൂ, മറ്റേ സ്റ്റോറിയിൽ വേറെ ആർട്ടിസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് റെസ്റ്റ് ഉണ്ടെന്ന്. മറ്റത് അങ്ങനെയല്ല, നമുക്ക് ഓരോന്ന് കഴിയുമ്പോഴത്തേക്ക്, അതായത് നമ്മളിപ്പോൾ ഒരു കോസ്റ്റ്യൂം ഇട്ടുമെന്ന് വെച്ചോ, ഇപ്പോൾ ഞാൻ ഈ കോസ്റ്റ്യൂം ഇട്ടേക്കല്ലേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കഥയിൽ ആ ഒരു സീൻ ചെയ്യും. അത് കഴിഞ്ഞ് ഞാൻ അടുത്ത കഥയിൽ പോയിട്ട് വേറൊരു സീൻ ചെയ്യും. അപ്പം നമ്മൾ ഒരേ കോസ്റ്റ്യൂമിൽ തന്നെ 2 കഥയിലും കൂടി നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും
നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും അങ്ങനെ ചെയ്യാനായിട്ട്. നമുക്ക് ടൈം മാനേജ്മെന്റ് അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ. ചില സീൻസിൽ ഡയലോഗ് ഉണ്ടാവില്ല കേട്ടോ. അതായത് സിറ്റുവേഷൻ നമുക്ക് പറഞ്ഞു തരും, എന്നിട്ട് നമ്മളോട് പറയും അപ്പോൾ ആ സിറ്റുവേഷന് ചേരുന്ന പോലെ എങ്ങനെയാണോ ആ ഒരു കോൺവെർസേഷൻ വരുന്നത് അത് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇട്ടിട്ട് ചെയ്യാൻ പറയും. അങ്ങനെ ഒരു സിറ്റുവേഷന്റെ ഒരു ഡിസ്കഷനാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എനിക്ക് കിട്ടാനുള്ള സ്ത്രീധന തുക എന്ന് തരും നിന്റെ അച്ഛൻ? അച്ഛൻ തരും തരും എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായില്ലേ? എന്ന് കിട്ടുമെന്ന് എനിക്കറിയണം. എന്തോ നീ കരുതരുത്. നിന്നെ ഞാൻ പിന്നെ ചുമ്മാ കെട്ടിക്കൊണ്ടുവന്നതാണോ? സ്ത്രീധനം ചോദിച്ചു വാങ്ങിക്കുന്ന നാണക്കേട് പോലും. 10 പവയും 1000 പവ എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചതാണ്. മര്യാദയ്ക്ക് എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ നിന്റെ പൈസ കിട്ടിക്കണം കേട്ടല്ലോ, ഇല്ലെങ്കിലേ നിന്റെ ശവമായിരിക്കും നിന്റെ അച്ഛൻ കാണാൻ പോകുന്നത്. അതിനേക്കാൾ കോമഡി ഉണ്ടോ? പുള്ളിയുടെ മാത്രം ക്ലോസ് വെച്ചോ, പുള്ളിയുടെ മാത്രം ക്ലോസ് ഇതെല്ലാം ഉണ്ടല്ലോ. മറ്റേ ഡയലോഗ് മാത്രം അയ്യ ആ ക്ലാസ് അതിന്റെ അതും കൂടെ ഇട്ടോ. ഉടനെ കഴിക്കാൻ പോകണം. പുള്ളി പോണതും കൂടെ അതില് കഴിച്ചോ. ആ ഫ്രെയിം ഗ്ലാസ്സിലായിരുന്നു ഗ്ലാസ്സിലെ നേരത്തെ പാസിംഗ് അത് പറഞ്ഞില്ല. ഇപ്പൊ പറയാം. ഓ ഞാൻ ഉള്ളതുണ്ട്. നിന്റെ അച്ഛൻ തരാന്ന് പറഞ്ഞ സ്ത്രീധന തുക എവിടെ? തരും തരുമെന്ന് പറഞ്ഞിട്ട് കുറെ ആയില്ലേ? എന്ന് കിട്ടുമെന്ന് പറ. നീ നിന്റെ തന്തേ നീ നിന്റെ അച്ഛനും തരാന്ന് പറഞ്ഞത് അത് രണ്ടല്ല. ആദ്യം ശ്രീധരൻ ചോദിക്കുക, രണ്ടത്തിലാണ്. നിന്റെ അച്ഛൻ തരാന്ന് പറഞ്ഞ സ്ത്രീധന തുക എവിടെ? നീയും നിന്റെ തന്തയും തരും തരുമെന്ന് പറഞ്ഞിട്ട് കുറെ ആയി. എനിക്ക് അടുത്ത ആഴ്ച പൈസ കിട്ടണം. നാളെയാണ് നിന്നെ കെട്ടാൻ നേരത്തെ എന്തൊക്കെയാ പറഞ്ഞത്? 1000 പവൻ സ്വത്ത് എന്നിട്ട് എവിടെടി? എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് എന്റെ പൈസ കിട്ടിക്കോണം, ഇല്ലെങ്കിലേ നിന്റെ ശാപം നിന്റെ അച്ഛൻ കാണും കേട്ടോ. ഒരു സമയം കഴിഞ്ഞ് ഇങ്ങനെയൊക്കെയാണല്ലോ. അതെ, ഈ ആത്മാർത്ഥത രാവിലെ കാണിച്ചിരുന്നെങ്കിൽ ഇപ്പൊ വീട്ടിൽ എത്തില്ലേ. രക്ഷപ്പെട്ടു ചേച്ചി. ഫൈനലി 10:24 ആയപ്പോൾ കഴിഞ്ഞു.
അതെ, തീരുന്ന സമയത്ത് ഇവിടെ മൊത്തത്തിൽ ഒരു ഓട്ടമാണ്. കാരണം 10:30 സോ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ദിവസത്തെ കലാപരിപാടികൾ എന്ന് പറയുന്നത്. ഭയങ്കര രസമാണ് കേട്ടോ ഈ ഒരു ലൊക്കേഷനും ഇവിടുത്തെ കുറേ കാര്യങ്ങളും. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ലൊക്കേഷൻ? ഇഷ്ടപ്പെട്ടോ? എല്ലാ ദിവസവും ഷൂട്ടിന് ഇതേപോലെ തന്നെയാണ് കേട്ടോ അവിടെ ബഹളം. നമുക്ക് ഇനിയും ക്രൂ മെമ്പേഴ്സ് ഉണ്ട് കേട്ടോ, പക്ഷേ അവരൊക്കെ വേറെ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് അവിടെ നിന്ന് ലീവ് കിട്ടാത്തത് കൊണ്ടൊക്കെ അവർക്ക് അങ്ങനെ ഷൂട്ടിങ് എല്ലാ ദിവസവും അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കുഞ്ഞ് ഹോമീസിൻ്റെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ സൈൻ ഓഫ് ചെയ്യാണ്. ഓക്കെ, ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ അത് തന്നെ. അപ്പോൾ ഓക്കെ തന്നെ.